യു എസിലെ നോക്കിംഗ് പ്രതിഷേധത്തിൽ പ്രതികരണവുമായി ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. ട്രംപിന് കഴിവുണ്ടെങ്കിൽ സമരങ്ങളെ നിയന്ത്രിക്കണമെന്നാണ് ഖമേനി പറയുന്നത്. യു എസിലുടനീളം വിവിധ സംസ്ഥാനങ്ങളിലായി 70 ലക്ഷത്തോളം ആളുകളാണ് ട്രംപിനെതിരെ നോക്കിംഗ് പ്രതിഷേധവുമായി രംഗത്തുള്ളത്. നിങ്ങൾക്ക് അത്രയും കഴിവുണ്ടെങ്കിൽ അവരെ ആദ്യം ശാന്തരാക്കുക, അവരെ വീടുകളിലേക്ക് തിരിച്ചയക്കുക. അതുവരെ മറ്റ് രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇടപെടാനേ വരരുത്. ലോകത്ത് നിങ്ങൾക്ക് എന്ത് നിലപാടാണുള്ളത്? ഇറാന് ആണവശേഷിയും ആണവ വ്യവസായം ഉണ്ടോ ഇല്ലയോ എന്നത് യു എസ് അന്വേഷിക്കുന്നത് എന്തിനാണ്? ഖമേനി എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്. വിവിധ യു എസ് സംസ്ഥാനങ്ങളിലായി നടന്ന നോക്കിംഗ് പ്രതിഷേധങ്ങളുടെ ചിത്രം പങ്കുവച്ചുകൊണ്ടായിരുന്നു ഖമേനിയുടെ കുറിപ്പ്. നേരത്തെ ആണവ വിഷയത്തിൽ ചർച്ചയ്ക്കുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ക്ഷണം ആയത്തുള്ള അലി ഖമേനി നിരസിച്ചിരുന്നു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെല്ലാം തകർത്തെന്ന ട്രംപിൻ്റെ അവകാശവാദവും അദ്ദേഹം തള്ളി. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തെന്നാണ് അമേരിക്കയുടെ പ്രസിഡന്റ് അഭിമാനത്തോട് പറയുന്നത്. ഇതിനെക്കുറിച്ച് പറയാനുള്ളത് സ്വപ്നം കാണുന്നത് തുടരുമെന്ന് മാത്രമാണ്. ഒരു ഡീൽ മേക്കർ എന്നാണ് ട്രംപ് സ്വയം വിശേഷിപ്പിക്കുന്നത്. കരാറിൻ്റെ ഫലം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളതാണെങ്കിൽ അത് കരാറല്ല, വെറും അടിച്ചേൽപ്പിക്കലും ഭീഷണിയും മാത്രമാണ് ഖമേനി പറഞ്ഞു. ഇറാൻ്റെ ആണവ വ്യവസായം എന്താകണമെന്നും അത് എങ്ങനെയാകണമെന്നും ഇറാൻ തീരുമാനിക്കും. അത് എങ്ങനെയാവണമെന്ന് പറയാൻ ട്രംപിന് എന്ത് അവകാശമാണെന്നും ഖമേനി ചോദിച്ചു. ഡൊണാൾഡ് ട്രംപിൻ്റെ നയങ്ങൾക്കെതിരെയാണ് നോക്കിംഗ് പ്രതിഷേധം അരങ്ങേറുന്നത്. ശനിയാഴ്ച യു എസിലെ 50 സംസ്ഥാനങ്ങളിലും ആരംഭിച്ച നോക്കിംഗ് പ്രതിഷേധങ്ങളിൽ വൻ ജനപങ്കാളിത്തമാണുള്ളത്. കുടിയേറ്റം, വിദ്യാഭ്യാസം, സുരക്ഷ തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് യു എസിൽ ജനം തെരുവിലിറങ്ങിയത്. അതിനിടെ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കില്ലെന്ന ട്രംപിൻ്റെ നിലപാടിനും തിരിച്ചടി. ഇതിന് വിപരീതമാണ് അമേരിക്കയുടെ പൊതുജനാഭിപ്രായമെന്ന് വ്യക്തമാക്കി റോയിറ്റേഴ്സ് ഇപ്സോസ് പോൾ. പലസ്തീൻ രാഷ്ട്രത്തെ അമേരിക്ക അംഗീകരിക്കണമെന്നും അതുവഴി മിഡിൽ ഈസ്റ്റിൽ ഒരു ദ്വിരാഷ്ട്ര പരിഹാരം ഉണ്ടാക്കണമെന്നും ഭൂരിഭാഗം അമേരിക്കക്കാരും ആഗ്രഹിക്കുന്നതായി പോൾ ഫലങ്ങൾ പറയുന്നു. 6 ദിവസത്തെ പോളിൽ പങ്കെടുത്ത 59% പേരും പലസ്തീൻ രാഷ്ട്രത്തെ അമേരിക്ക അംഗീകരിക്കുന്നതിനെ പിന്തുണച്ചു. എന്നാൽ 33% പേർ മാത്രമാണ് ഇതിനെ എതിർത്തത്. ബാക്കിയുള്ളവർ വിഷയത്തിൽ വ്യക്തതയില്ലാത്തവരോ ചോദ്യത്തിന് ഉത്തരം നൽകാൻ താല്പര്യമില്ലാത്തവരോ ആണ്. ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽപ്പെട്ട 53% പേർ ഇതിനെ എതിർത്തപ്പോൾ 41% പേർ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനെ പിന്തുണയ്ക്കുമെന്ന നിലപാടാണ് സ്വീകരിച്ചത്. പോളിൽ പങ്കെടുത്തവരിൽ 60% പേർ ഗാസയിലെ ഇസ്രായേലിൻ്റെ നടപടി അതിരുവിട്ടതാണെന്ന് അഭിപ്രായപ്പെട്ടു. 32% പേർ വിയോജിച്ചു.